മിത്രകോടി. രചന അവതരണം മിത്രവിന്ദ. ദേവു പുഞ്ചിരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നന്ദൻ മുഖം തിരിക്കുന്നു. ഇതെന്താണ് എൻ്റെ ഗുരുവായൂരപ്പ, പെട്ടെന്ന് നന്ദേട്ടനെ പറ്റിയത്? അതോ ഇനി ഇങ്ങനെയൊക്കെ തനിക്ക് തോന്നുകയാണോ? തൻ്റെ തോന്നലാകണേയെന്ന് അവൾ പ്രാർത്ഥിച്ചു. പക്ഷേ അല്ല. ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ ഓടിക്കളിക്കുകയാണ്. ഒന്നിനും ഉത്തരം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. ഓരോരുത്തരെയായി നന്ദേട്ടനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ആൾക്കതൊന്നും ഇഷ്ടമല്ല എന്നാണ് ദേവുവിന് തോന്നിയത്. ഒരുതരം ഗൗരവഭാവമായിരുന്നു നന്ദേട്ടൻ്റെ മുഖത്ത്. മിത്തുവും അനഘയും ചോദിക്കുകയും ചെയ്തു, നിന്റെ ഡോക്ടർക്ക് എന്താണ് ഇത്ര ജാടയെന്ന് പോലും. പാവം ദേവൂട്ടി, അവൾക്ക് സങ്കടം തോന്നിപ്പോയി. ഫോട്ടോ എടുക്കുവാനായി ഫോട്ടോഗ്രാഫർ വന്ന് തങ്ങളോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ നന്ദേട്ടൻ അതൊന്നും തനിക്കത്ര താല്പര്യമില്ല, പറ്റുമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതിയെന്ന് അയാളോട് നേരിട്ട് പറഞ്ഞത് കേട്ട് ദേവൂട്ടി ഞെട്ടി. ലച്ചുവും അശോകും ഓരോ നിമിഷവും ആഘോഷിക്കുമ്പോഴും ദേവുവിനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒളിക്കാനാണ് തോന്നിയത്. നന്ദന് ആശംസ അർപ്പിക്കാൻ ആരൊക്കെയോ എത്തുന്നുണ്ടായിരുന്നു. സഹപ്രവർത്തകരാകും, ആരൊക്കെയാണെന്ന് തോന്നി ഒന്നും അവൾക്കറിയില്ലായിരുന്നു. നന്ദനാണെങ്കിൽ അവളോടൊന്നും പറഞ്ഞതുമില്ല. മിക്കവരും ദേവൂട്ടിയോട് വന്ന് സംസാരിച്ചു. സരസ്വതി അമ്മയും അച്ഛനുമൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ്. ബന്ധുമിത്രാദികളുടെ മുൻപിൽ അവർ ദേവൂട്ടിയെ ചേർത്ത് പിടിച്ചു. പക്ഷേ നന്ദേട്ടൻ മാത്രം ഒരു വാക്കുപോലും ഇത്രയും സമയമായിട്ടും തന്നോട് മിണ്ടിയിട്ടില്ല. ഈശ്വര, എന്താണിങ്ങനെ? അവൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ഇനി തന്നെ ഇഷ്ടമായില്ലേ ആവോ? എന്താണ് നന്ദേട്ടന് പറ്റിയത്? ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വാക്കെങ്കിലും സംസാരിക്കുമെന്നോർത്തു. അതും അവൾക്ക് തെറ്റി. അവനൊന്ന് ഗൗനിക്കുക പോലും ചെയ്തില്ലെന്ന് വേണം പറയാൻ. വീട്ടിലെത്തിയ ശേഷം ഏട്ടനോട് തുറന്ന് സംസാരിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. ഒടുവിൽ അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ദേവൂട്ടിയുടെ കാലിടറി. താൻ വീണു പോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു. കണ്ണിൽ നിന്ന് ഒഴുകിയെത്തിയ കണ്ണീർ ഒപ്പിക്കളഞ്ഞുകൊണ്ട് അവൾ നന്ദൻ്റെ കൂടെ കാറിൽ കയറി. അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വണ്ടിയിൽ. അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് പെണ്ണിനെയും ചെക്കനെയും സ്വീകരിക്കുവാനായി നേരത്തെ പോയി. ലച്ചു ചേച്ചിയും അശോകേട്ടനും തൊട്ടു പിറങ്ങി ഇറങ്ങാമായിരുന്നു. അതുകൊണ്ട് തൻ്റെ കാർ ഇറങ്ങിയ ഉടനെ അവർക്ക് പോകാനുള്ള കാർ അവിടേക്ക് വന്നത് ദേവു കണ്ണാടി കൂടി കണ്ടു. ചേച്ചിയാണെങ്കിൽ മറ്റേതോ ലോകത്തകപ്പെട്ടതുപോലെയാണ് നിൽപ്പും ഭാവവും. പാവോ അച്ഛൻ. താൻ കാലിത്തൊട്ട് അനുഗ്രഹം വാങ്ങിയപ്പോൾ വിറയ്ക്കുന്ന കൈകളോടെ പാവോ അച്ഛൻ പിടിച്ചെഴുന്നേൽപ്പിച്ചത് ദേവു ഓർത്തു. അമ്മയാണെങ്കിൽ 2-3 ദിവസമായിട്ട് നേരാവണ്ണം ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല. ദേവൂട്ടെ ഇത്ര ദൂരത്തേക്ക് കെട്ടിക്കേണ്ടായിരുന്നു മാധവ. മുത്തശ്ശിയും ഇതേ ചൊല്ലിയാണ് പല പ്രാവശ്യവും ഉരുവിട്ടത്. അവരുടെയൊക്കെ ഓർമ്മകളിൽ ദേവുവിൻ്റെ മനസ്സ് വല്ലാതെ നേറി. എത്ര നിയന്ത്രിച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛാ, ദേവൂട്ടിയെ അങ്ങ് ദൂരെ ഒരു സ്ഥലത്താണോ കല്യാണം കഴിച്ചു വിടുന്നത്? കുഞ്ഞുനാളിൽ ഒരു ദിവസം അച്ഛനോട് താൻ ചോദിച്ചു. ആരാ പറഞ്ഞത് എൻ്റെ ദേവൂട്ടിയെ അച്ഛൻ കെട്ടിച്ചു വിടുമെന്ന്? എൻ്റെ മുത്തിനെ അച്ഛൻ ഒരിടത്തേക്കും പറഞ്ഞേക്കില്ല കേട്ടോ. സത്യമാണോ? അതേടെ ചക്കരേ, അങ്ങനെ കെട്ടിച്ചു വിട്ടാലേ അപ്പം പിന്നെ അച്ഛനും അമ്മയ്ക്കും ആരാ ഉള്ളത്? ഞങ്ങൾ ഒറ്റയ്ക്കാവില്ലേടാ. അച്ഛനും അമ്മയ്ക്കും ഉവാവ് വരുമ്പോൾ പിന്നെ ആരാ ഉള്ളത്? 1-ാം ക്ലാസ്സുകാരിയായ ദേവൂട്ടിയോട് അച്ഛൻ തിരിച്ചു ചോദിച്ചു. അച്ഛാ, മുത്തശ്ശി പറയുവാ, കിളിച്ചുണ്ടമാവിൻ്റെ ചില്ലി ഒടിച്ചപ്പോൾ നിന്നെ രണ്ടിനെ ഇവിടുന്ന് അടിച്ചോടിക്കുമെന്ന്, അങ്ങ് ദൂരേക്ക്. ആഹ്, അത് കൊള്ളാലോ. ഞാൻ മുത്തശ്ശിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അച്ഛൻ അതും പറഞ്ഞുകൊണ്ട് കണ്ണുരുട്ടി. അപ്പോഴേ ഈ ലച്ചു ചേച്ചി എന്നോട് പറഞ്ഞു, എന്നെയും കെട്ടിച്ചു വിടും അങ്ങ് ദൂരേന്ന്. അതാണ് മുത്തശ്ശി പറഞ്ഞതത്രേ. കുഞ്ഞ് ദേവൂട്ടിയുടെ കൊഞ്ചൽ കേട്ടുകൊണ്ട് അച്ഛൻ എടുത്തു പൊക്കിയ കഥ എപ്പോഴും മുത്തശ്ശി പറയും. മുതിർന്നപ്പോൾ ലച്ചു ചേച്ചി ഇതും പറഞ്ഞുകൊണ്ട് തന്നെ എപ്പോഴും കളിയാക്കും. എൻ്റെ അച്ഛനെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. എനിക്ക് വിവാഹമേ വേണ്ട. ഞാൻ എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ കഴിഞ്ഞോളാം. എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം.
അതുമാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അന്നൊക്കെ താൻ വീറോടെ പറയുമായിരുന്നു. പക്ഷേ ഇന്നോ, ഇപ്പോഴോ തൻ്റെ അച്ഛനെയും അമ്മയും മുത്തശ്ശിയും ഒക്കെ വിട്ടിട്ട് താൻ പോരുകയാണ്. അതും എത്രമാത്രം ദൂരേക്ക്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒന്ന് ഓടി വരാൻ പോലും ആവില്ലാത്തത്ര ദൂരമുണ്ട്. തിരുവനന്തപുരത്തു നിന്നും പാലക്കാട്ടേക്ക്. പുതിയ ആളുകൾ, പുതിയ നാട്, എല്ലാം ഇനി പുതിയതാണ് തനിക്ക്. എല്ലാവരുമായിട്ട് ഒന്നിണങ്ങി യോജിച്ചു വരാൻ ഇത്തിരി സമയമെടുക്കും. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. റിസൾട്ട് വരണം, അതിനുശേഷം PG ചെയ്യണം. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ തനിക്ക്. പലവിധ ചിന്തകൾ ദേവൂട്ടിയുടെ മനസ്സിലൂടെ ഓടി മാഞ്ഞു. അതിനോടിടയിൽ നന്ദേട്ടനാണെങ്കിൽ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ ഭഗവാനെ. ഇത്ര നേരമായിട്ട് പോലും ഒരു വാക്കുരിയാടാതിരിക്കുവാണ്. അവൾ മെല്ലെ ഒന്ന് നോക്കിയപ്പോൾ നന്ദൻ അവൻ്റെ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. താനെന്നൊരു വ്യക്തി അടുത്തിരിപ്പുണ്ടോ എന്ന് പോലും നന്ദേട്ടനൊരു വിചാരവുമില്ലെന്ന് അവൾ ഓർത്തു. വളവും തിരിവുമുള്ള വഴിയിൽ കൂടി കുറേ ദൂരം പിന്നിട്ടു. അവളാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്ര ദൂരം വരുന്നത്. അതുകൊണ്ട് പാവം അടുത്തുപോയി. ഇനി ഒരുപാടുണ്ടോ നന്ദേട്ട വീട്ടിലേക്ക്? ഒടുവിൽ മൗനത്തിന് വിരാമം കുറിച്ചുകൊണ്ട് ദേവു പതിയെ നന്ദനോട് ചോദിച്ചു, എന്താ നിനക്ക് മടുത്തോടി ഇത്ര വേഗം? അവൻ്റെ പെട്ടെന്നുള്ള മറുപടിയും ദേവൂട്ടി എന്നതിന് പകരം നീ എന്നുള്ള വിളിയും അവളെ ഞെട്ടിച്ചു. ദേവു അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും നന്ദൻ അറപ്പോടെ മുഖം വെട്ടിത്തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ദേവു മറുത്തൊരക്ഷരം പോലും പറയാതെ കുനിഞ്ഞ മുഖത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആ മിഴികൾ ഏറിനണിഞ്ഞു. അവളുടെ തേങ്ങൽ ഉയർന്നു വന്നതും നന്ദൻ ദേഷ്യത്തിൽ ദേവുവിൻ്റെ കൈത്തണ്ടയിലൊന്ന് അമർത്തി. ആ വേദന കൊണ്ടവൾ ഞെരുങ്ങി. നിന്റെ ശബ്ദം വെളിയിലേക്ക് വരരുത് കേട്ടോടി. വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അവൻ മുരണ്ടു. നന്ദേട്ടാ, ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങി. നിന്നോട് മിണ്ടാതിരിക്കാനല്ലേടി ഞാൻ പറഞ്ഞത്. ശബ്ദം താഴ്ത്തിയാണെങ്കിൽ പോലും അവൻ്റെ വാക്കുകൾ ഉറച്ചതാണ്. ദേവു മറുത്തൊരക്ഷരം പോലും പറഞ്ഞില്ല. തികട്ടി വന്ന സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൾ അതേ ഇരിപ്പ് തുടർന്നു. പെട്ടെന്ന് നന്ദേട്ടൻ എന്താ പറ്റി? ഒരുപാട് ആലോചിച്ച് നോക്കി. എങ്കിലും ഒരെത്തും പിടിയും കിട്ടാതെ കൊണ്ട് ആ ചോദ്യം ഉള്ളിൽ തന്നെ അവശേഷിച്ചു. ഒരുപക്ഷെ ഹോസ്പിറ്റലിലെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പലതവണ ഫോണെടുത്ത് ആരൊക്കെയോ വിളിക്കുന്നതും ദേവു ശ്രദ്ധിച്ചിരുന്നു. അതാവും ഇത്ര ദേഷ്യമെന്ന് അവൾ മനസ്സിൽ കരുതി. ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ ക്ഷീണം കൊണ്ട് അടഞ്ഞുപോയി. വെളുപ്പിനെ ഉണർന്നതുകൊണ്ട്, പിന്നെ ആദ്യമായിട്ട് ഇത്ര ദൂരം യാത്ര ചെയ്തതുകൊണ്ടുമൊക്കെ അവൾ വല്ലാതെ തളർന്നു. മാഡം, ആരോ വിളിക്കുന്ന കേട്ടപ്പോൾ പെട്ടെന്ന് ദേവു കണ്ണു തുറന്നു. ചുറ്റിനും നോക്കിയപ്പോൾ ഒരു വലിയ വീടിൻ്റെ മുൻപിലാണ് താൻ. ഈശ്വര, നന്ദേട്ടൻ്റെ വീടെത്തിയോ? താൻ എന്തൊരു ഉറക്കായിപ്പോയി. കുറേയേറെ ആളുകളൊക്കെ അവിടെ ഇവിടെയും നിൽപ്പുണ്ട്. അവൾ നോക്കിയപ്പോൾ കാർ ഡ്രൈവർ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മാഡം ഉറങ്ങിപ്പോയതുകൊണ്ട് വിളിച്ചതാ, ഭവ്യതയോടെ അയാൾ പറഞ്ഞു. അവളും അയാൾക്ക് നനത്തെ ഒരു പുഞ്ചിരി നൽകി. നന്ദൻ സാർ നേരത്തെ ഇറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അവൾ നന്ദൻ്റെ ഇരിപ്പിടത്തിലേക്ക് നോക്കിയപ്പോൾ ഡ്രൈവർ വീണ്ടും അവളോടായി പറഞ്ഞു. ദേവു പതിയെ കാറിൽ നിന്നിറങ്ങി. വല്ലാത്തൊരു ജാള്യത പോലെ. ഈശ്വര, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു. നന്ദൻ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് അല്പം മാറി നിൽക്കുന്നത് അവൾ കണ്ടു. എല്ലാ ദൃഷ്ടിയും തൻ്റെ മേൽ തറഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി. മോളെ ദേവു. അച്ഛൻ അവളുടെ അടുത്തേക്ക് വന്നു. ആകെ മടുത്തുമില്ലേ കുട്ടി? ചെറുതായിട്ട്. സരസ്വതിയമ്മ കത്തിച്ചു വെച്ച നിലവിളക്കുമായി ഇറങ്ങി വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ ദേവുട്ടിക്ക് ഒരുപാട് ആശ്വാസം. നിറപുഞ്ചിരിയോടുകൂടി അമ്മ അവളെ സ്വീകരിക്കുവാൻ ഉമ്മറത്തെ പടിയിൽ വന്ന് തയ്യാറായി നിന്നു. നന്ദ, ഇവിടെ വാടാ, നേരായിട്ടോ. ആരോ ഉറക്കെ വിളിച്ചപ്പോൾ നന്ദേട്ടൻ തൻ്റെ ചാരെ വന്ന് നിന്നതായി അവൾ കണ്ടു. ഏതോ ഒരു സ്ത്രീ വന്ന് ഇരുവരുടെയും കാലുകൾ കഴുകി. ഭവാനി ചേച്ചി ആരതി ഒഴിഞ്ഞോളൂ, ഗുപ്തൻ നായർ നിർദ്ദേശം കൊടുത്തു. രണ്ടുപേരും ചേർന്ന് നിൽക്കും മക്കളെ, ആരതിയുമായി വന്ന സ്ത്രീ പറഞ്ഞു. ശേഷം അവർ അത് ഇരുവരുടെയും മേൽ 3 തവണ ഒഴിഞ്ഞു. വലത്തുകാലെടുത്ത് വെച്ച് സൂക്ഷിച്ച് കയറി വരൂ മോളെ.
സരസ്വതിയമ്മ അവരുടെ കയ്യിലെ നിലവിളക്ക് ദേവൂട്ടിക്ക് കൈമാറി. 33 ദേവകളെയും വിളിച്ചു പ്രാർത്ഥിച്ച് അവൾ വിളക്കുമായി അകത്തേക്ക് വന്നു. നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പൂജാമുറി വയ്ക്കാം കേട്ടോ ദേവൂട്ടി, സരസ്വതിയമ്മ സ്നേഹത്തോടെ പറഞ്ഞു. അമ്മ പറഞ്ഞതിന് പ്രകാരം ദേവൂട്ടി അങ്ങനെ ചെയ്തു. ഗുരുവായൂരപ്പൻ്റെ ചന്ദന വിഗ്രഹത്തിൻ്റെ സമീപത്തായി അവൾ വിളക്ക് കൊണ്ടുപോയി തൊഴുതു പ്രാർത്ഥിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദൻ അടുത്തെങ്ങുമില്ല. അമ്മ വന്നാണ് അവളെ സ്വീകരണമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തിയത്. മധുരം വെപ്പ് ചടങ്ങാണ് പിന്നീട്. പാലടപ്രഥമൻ ഒരു ഗ്ലാസ്സിൽ എടുത്തുകൊണ്ടുവന്ന് അമ്മയാണ് ആദ്യം തന്നത്. ശേഷം കുടുംബത്തിലെ ഓരോരോ സ്ത്രീകളായി കൊടുത്തു. എല്ലാവരും ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. ദേവുവും ഒരു മന്ദസ്മിതം പൂണ്ട് അവിടെ ഇരുന്നു. ഫോട്ടോഷൂട്ടിന് പിന്നെയും കുറേ സമയം കൂടി നീണ്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ ദേവു ആകെ മടുത്തു. സമയമപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞു. ഇനി കുട്ടികൾ രണ്ടുപേരും റെസ്റ്റ് എടുക്കട്ടെ, രാത്രിയിലെ ഫംഗ്ഷൻ കൂടി കഴിയുമ്പോൾ മടുക്കും കേട്ടോ, അച്ഛൻ വന്ന് അമ്മയോട് പറയുന്നതായി ദേവു കേട്ടു. നന്ദ, മോളെയും കൂട്ടി റൂമിലേക്ക് ചെല്ല്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ബ്യൂട്ടീഷ്യൻ വരും, അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കാം. സരസ്വതി പറഞ്ഞപ്പോൾ നന്ദനാണ് ആദ്യം എഴുന്നേറ്റത്. ചെല്ലു മോളെ, കുറച്ച് സമയം പോയി ഒന്ന് കിടക്കുകയോ മറ്റോ ചെയ്യ, സരസ്വതി പറഞ്ഞു. ദേവു ഒരു യന്ത്രം കണക്കി അവൻ്റെ പിന്നാലെ കയറിപ്പോയി. തുടരും.